നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രം. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും സൂര്യോദയത്തിന് മുൻപാണ് ക്ഷേത്രം നട തുറക്കുന്നത്. എന്നാൽ നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത സൂര്യോദയത്തിന് ശേഷം നട തുറക്കുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനകത്ത് എവിടെയും വൈദ്യുതിയില്ല. അതിന് കാരണം നാഗങ്ങൾ സഞ്ചരിക്കുന്ന ഭൂമിയാണിത്. സൂര്യോദയത്തിന് മുമ്പ് ക്ഷേത്രത്തിലെ പൂജാരിയോ പരിചാരകരോ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അത് നാഗങ്ങളെ വേദനിക്കാണ്ടിരിക്കാനും നാഗങ്ങളിൽ നിന്ന് വേദന വരാതിരിക്കാനും വേണ്ടി പൂർവീകർ കണ്ടെത്തിയ ഒരു അനുഷ്ഠാനമാണ് സൂര്യോദയത്തിന് ശേഷം നട തുറക്കുന്ന ഈ ക്ഷേത്രം. പരശുരാമൻ കേരളം സൃഷ്ടിച്ചു. ആ സമയത്ത് ഈ ഭൂമിയിൽ നിമ്നോന്നതങ്ങളായ പല ഭൂമികളും അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായ ഭൂമികളും കൂടുതലും പുഴകളാലും സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ട ഭൂമി, ഇങ്ങനെയുള്ള ഈ പ്രത്യേകതയുള്ള ഈ ഭൂമിയിൽ പരശുരാമൻ്റെ പാദസ്പർശം ഇവിടെ ഉണ്ടായിരുന്നു. ആ പാദസ്പർശത്തിൻ്റെ മഹത്വത്തിൽ അനവധി യോഗീശ്വരന്മാരും ഋഷീശ്വരന്മാരും ഈ സ്ഥലത്ത് വന്നു. അങ്ങനെ യോഗീശ്വരന്മാരും ഋഷീശ്വരന്മാരും തപസ് ചെയ്ത് ശിവപാർവതിമാരെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തിയിരുന്നു. ആ ശിവപാർവതിമാർ നാഗരാജാവും നാഗരാജ്ഞിയുമായി ഇവിടെ അഭയം കൊടുക്കുന്നു എന്നാണ്. മറ്റൊരു പ്രത്യേകത, നാഗസങ്കേതങ്ങളിൽ ഗണപതിയെ ആരാധിക്കാറില്ല. പക്ഷേ നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നാഗങ്ങൾക്ക് പ്രത്യേകം ആരാധന. ഒപ്പം വനശാസ്താവിനും വനദുർഗക്കും രക്ഷസിനും അതിഥികളായ നാഗദേവതമാർക്കും ആരാധന നടക്കുന്ന ക്ഷേത്രം. പരശുരാമൻ നാഗത്തിനാണ് സ്ഥാനം കൊടുക്കണം എന്നാഗ്രഹിച്ച് ഇത് കൃഷിയോഗ്യമാക്കണം, മനുഷ്യവാസമാക്കണം എന്ന് ചിന്തിച്ചിരുന്ന ആ കാലം അവരുടെ കണ്ടെത്തിയ ഒരു സ്ഥലം, അതിന് ആദ്യം തന്നെ നാഗത്തിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനം. അങ്ങനെ നാഗസ്ഥാനത്തിന് വേണ്ടി കണ്ടെത്തിയ ഒരു സ്ഥലം ആണ് നാഗത്തടം സർപ്പരാജ ക്ഷേത്രം കുടികൊള്ളുന്നത് എന്നാണ്. അങ്ങനെ തിരിഞ്ഞ ഒരു കാലഘട്ടം ഋഷീശ്വരന്മാർ ഇതുവഴി വരാനും ഈ കാണുന്ന ഈ തറയിൽ ഇരുന്ന് തപസ് ചെയ്യാനും ഇടയായി. ശിവപാർവതിമാർ പ്രത്യക്ഷരായി നാഗരൂപത്തിൽ കുടികൊള്ളുന്നു എന്നാണ് ഇവിടുത്തെ സങ്കല്പം. ശിവനും പാർവതിയും ശക്തി 3 ഭാവങ്ങളായി കുടികൊള്ളുന്നു. അതോടൊപ്പം ഗണപതി, ശാസ്താവ്, ബ്രഹ്മരക്ഷസ് ഇവരൊക്കെ ഇതിനകത്തുണ്ട്. പ്രേക്ഷകർക്ക് നാഗത്തടം സങ്കേതഭൂമിയിലേക്ക് കയറുമ്പോൾ മനസ്സിലാവും, ഏകദേശം 28ഓളം പടികൾ കയറിയാണ് ഈ നാഗസങ്കേതത്തിലെത്തുന്നത്. ധാരാളം വള്ളിപ്പടർപ്പുകളും അതുപോലെ ഔഷധ സസ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് നാഗത്തടം. മറ്റൊരു പ്രത്യേകത, 24 ഗുരുക്കന്മാരിൽ ഒരാളാണ് ഭൂമി. ആ ഭൂമി പുഷ്പിണിയാവുന്ന ദിവസം എന്ന് പറയുന്നത് മകരമാസത്തിലാണ്. മകരമാസത്തിലെ ഉച്ചാര പ്രധാന ഉത്സവമായി നടക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രം. ഉച്ചാര മഹോത്സവം എന്നാണ് ഇവിടെയൊക്കെ പറയല്. അതായത് മകരമാസം 28 കഴിഞ്ഞാൽ ആ 28 ഭൂമി ദേവി ഋതുമതിയാകുന്ന ഒരു ദിവസമാണ്. ആ ദിവസം ഇവിടെ ഒരു വിശേഷം പോലെ തന്നെയാണ്. അന്ന് കല്യാണം കഴിയാത്തവരും സന്താനമില്ലാത്തവരും മഞ്ഞപ്പട്ട്, പൂക്കല, മാല ഇതൊക്കെ പ്രാർത്ഥനയായിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പ്രസിദ്ധൊക്കെ ആക്കും. മകരമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഉത്സവം നടക്കുന്ന ക്ഷേത്രം. ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ 3 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയിലാണ് ഈ നാഗസാന്നിധ്യം. ഈ പ്രദേശത്തുള്ളവരൊക്കെ അവരവരുടെ ഭൂമിയിൽ വിളയുന്ന വിഭവങ്ങൾ
ഈ ഉത്സവ കാലഘട്ടത്തിൽ ഇവിടെ സമർപ്പിക്കുന്നു എന്നാണ്. അങ്ങനെ ഇവിടുന്ന് അന്നദാനം സ്വീകരിച്ച് ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യവും നേടിപ്പോകുന്നവരും ഏറെയാണ്. ത്വഗ്രോഗങ്ങൾക്കും സന്താന ദുഃഖങ്ങൾ വരുന്ന സമയത്ത് അവരുടെ ശമനത്തിന് വേണ്ടി, ദുഃഖശമനത്തിന് വേണ്ടിയും വിവാഹ നിവൃത്തിക്ക് വേണ്ടിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരും ഏറെയാണ്. അവർക്കൊക്കെ ഫലസിദ്ധി കിട്ടുന്നു എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കല്യാണം കഴിച്ച് ഒരു സന്താന ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കുട്ടികളായി. ഒരു പ്രസവത്തിന് അവർക്ക് 3 കുട്ടികളെയാണ് കിട്ടിയത്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് പോയി കുറച്ച് കഴിഞ്ഞു. ഒരു ദിവസം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, നമ്മളിങ്ങനെ ഭഗവാന്റെ അടുക്ക് ഇവിടെ പ്രാർത്ഥിച്ചതായിരുന്നു. എന്താണ്, ഞങ്ങൾക്ക് ഭഗവാൻ ഒരു സന്താന ഭാഗ്യം തന്നു. 10-22 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടാണ് ആ ഭാഗ്യം തന്നു. ആ കുട്ടികളെയും കൂട്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ആ കുട്ടികളെയും കൂട്ടി വന്നു. ആ കുട്ടികളെ ഭഗവാന് നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കണ്ടേ? ഭഗവാൻ എന്താണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്? അപ്പോൾ തിരുമേനി പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു ദേവന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളിക്കണ്ണത്തിലാണ് 100 പാലും കൊടുക്കേണ്ടത്. നമുക്കത് ഇവിടെ ഇല്ല ഇപ്പോൾ. അതിലൊന്ന് നിങ്ങളെന്തെങ്കിലും അത് വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെന്തെങ്കിലും സൗകര്യം ചെയ്തു തരുമെങ്കിൽ. അത് പറഞ്ഞപ്പോഴാണ് അയാൾ പിറ്റേന്ന് വാങ്ങി എൻ്റെ 3 മക്കളെ വകയായിട്ട് ഈ വെള്ളിക്കണ്ണം ഭഗവാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടെ സമർപ്പിച്ചിട്ട് അവർ പോകുന്ന അവസ്ഥ. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കേരളം മുഴുവൻ വൈദ്യുതീവൽക്കരിച്ചു. അതിനപ്പുറത്തേക്ക് സോളാർ വരെ വന്നു. എന്നിട്ടും നാഗരാജ ശ്രീ സർപ്പരാജ് ക്ഷേത്രത്തിൽ ഇപ്പോഴും വൈദ്യുതി പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രമാണ്. ഇവിടെ ഉത്സവം നടക്കുമ്പോൾ ഈ ക്ഷേത്രപരിധിയിൽ മുഴുവൻ ചിരാതും വിളക്കുകളും കത്തിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രകാശം. ഇവിടുത്തെ കുളത്തിലുമുണ്ട് പ്രാധാന്യം. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ധാരാളം ഫലഭൂയിഷ്ടങ്ങളായ സസ്യങ്ങളും അതുപോലെ തന്നെ അനവധി രഹസ്യങ്ങളായിരിക്കുന്ന മരുന്നുകളും ഔഷധങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശഭൂമി കൂടിയാണത്രേ നാഗത്തടം ശ്രീ സർപ്പരാജ ക്ഷേത്രം. ഇത്രയൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടാവും, എങ്ങനെ ഈ നാഗത്തടം ക്ഷേത്രത്തിലേക്ക് എത്തുന്നു? കണ്ണൂരിൽ നിന്ന് താഴെ ചൊവ്വയിൽ നിന്ന് കാപ്പാട് റോഡിലേക്ക് കയറി 3 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് സഞ്ചരിച്ചാൽ മേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് കുറച്ചിറങ്ങിക്കഴിഞ്ഞാൽ, കിഴക്കോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാവനമായ നാഗത്തടത്തിലേക്ക് എത്താം. ക്ഷേത്രായനത്തിൽ ഇനി മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്തേ.